വിചാരിച്ച് നീ അമ്മാവനെ ഉപദ്രവിക്കാൻ ചെല്ലുവന്ന്. അപ്പൊ ഞാൻ സെറാകുട്ടിയും കൂടി ഇന്ന് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുവാണ്. ഇന്ന് കുറച്ച് ദൂരത്തേക്കാണ് പോകുന്നത്. അത് കാരണം ബസ്സിനായിട്ട് പോകാൻ പറ്റുള്ളൂ, 2 വീലർ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ട്, എന്റെ വല്യമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്റെ വല്യമ്മ ഇപ്പോൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. അപ്പൊ കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് ഇന്ന് അവധി, ഓഗസ്റ്റ് 15 കാരണം. അപ്പൊ പിന്നെ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ബസ് വന്നത്. പിന്നെ ബസ്സിൽ കയറി കുറേ ദൂരം ഉണ്ട്, അത് കാരണം ബസ്സിൽ നിന്ന് ഉറങ്ങാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഗസ്റ്റ് 15 കാരണം എല്ലായിടത്തും അതിൻ്റെതായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ. ഫൈനലി ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തി വല്യമ്മ ഇങ്ങനെയൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നുവായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളെ ഞാൻ വല്യമ്മയുടെ അടുത്ത് വന്നെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് സമയത്തൊന്നും എനിക്ക് എത്താൻ പറ്റിയില്ല. ഹോസ്പിറ്റലായ സമയത്തായിട്ട് എനിക്കിപ്പോൾ കൂടെ വന്ന് കാണാനൊക്കെ പറ്റുന്നത്. പക്ഷെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഇപ്പോൾ കഴിക്കണില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. അത് കാരണം അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അതായത് ആന്റിമാരുടെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായി. പിന്നെ അവരുമായിട്ട് ഡാൻസ് കളിയും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവർ പുറത്തോടെയൊക്കെ ആയിരുന്നു കേട്ടോ. ചേരാക്കുട്ടി ഇപ്പൊ വല്യമ്മനെ കണ്ടിട്ട് ഏകദേശം 1 വർഷം, 1.5 വർഷം മേളിലായി. അപ്പൊ അത് കാരണം ചേരാക്കുട്ടിക്ക് അത്ര പരിചയമില്ല, എന്നാലും ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ഓർമ്മയുണ്ട്. അപ്പൊ വല്യമ്മയുടെ മുഖം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ അവരിങ്ങനെ പിടിച്ച് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വല്യമ്മയ്ക്ക് ഇപ്പൊ 90 വയസ്സായി, പക്ഷെ ആരെയും മറന്നിട്ടില്ലല്ലോ, എല്ലാവരെയും ഓർക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി. കാരണം ഞാനൊക്കെ ചെന്നപ്പോ എന്റെ പേര് വിളിച്ച് എന്നെ നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. നാളെ ഞായറാഴ്ച വിചാരിച്ച് നീ അമ്മാവനെ ഉപദ്രവിക്കാൻ ചെല്ലുവന്ന്. എന്നാന്ന് അമ്മാമ്മ കാണിച്ചേ. പിന്നെ ഒത്തിരി നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടില്ല, അത് കാരണം മനസ്സിലോടെ തിരിച്ചു പോകും.